സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റ് എഴുതിയ നോവൽ തടങ്കൽ പാളയം തുടങ്ങുന്നു. അവതരണം സിന്ധു അശോക്. ഭാഗം 1. വീട്ടുമുറ്റത്ത് നിന്ന് കാറിൻ്റെ ഹോൺ ശബ്ദം കേട്ട് ജൂലിയാണ് വാതിൽ തുറന്നത്. ഔസേപ്പച്ചൻ കാറിൽ നിന്ന് ഇറങ്ങുന്നതേയുള്ളൂ. സന്തോഷത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന ജൂലി കാറിൻ്റെ ബോണറ്റിൽ അരുമയോടെ കയ്യോടിച്ചുകൊണ്ട് ചോദിച്ചു, "ഇതെന്ത് കാറാ? ഇൻഡിക്കയോ?" "ഇതെന്ത് നിസാര ചോദ്യം" എന്ന മട്ടിൽ ഔസേപ്പച്ചൻ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. "ഓ, കഴിഞ്ഞയാഴ്ചത്തെ മാറ്റിസന്ധ്യേ അത് വിറ്റു. അടുത്തയാഴ്ച ഏത് കാറാ?" "ഹോണ്ട സിറ്റി ഒരെണ്ണം നോക്കുന്നുണ്ട്. എന്താ, കാറ് വല്ലതും വേണോ?" "അയ്യോ, ഞങ്ങൾ പാവങ്ങൾ, കാറിൽ കയറാൻ പോലും യോഗ്യതയില്ലാത്തവർ." ജൂലി എളിമ ഭാവിച്ചു. "കാറിൽ കയറാൻ ഇഷ്ടമാണെങ്കിൽ ജൂലി എൻ്റെ കാറിലോട്ട് കയറിക്കോ. കൊതി തീരുന്നത് വരെ യാത്ര ചെയ്യാം." "വേണ്ട, അവസാനം വഴിയിലിറക്കി വിടാനല്ലേ. സ്ഥിരമായിട്ടൊരു സീറ്റ് വേണമെങ്കിൽ അത് തരാനും തയ്യാറാ ഔസേപ്പച്ചൻ. ഡ്രൈവിംഗ് സീറ്റ് തന്നെ തന്നേക്കാം." ആ പറച്ചിലിന് ശേഷം അർത്ഥഗർഭമായ പുഞ്ചിരിയും കൺകോണിലൂടെയുള്ള നോട്ടവും നേരിടാനാവാതെ ജൂലി നാണത്തോടെ മുഖം താഴ്ത്തി. ഔസേപ്പച്ചൻ എന്താ അവിടെ നിന്ന് കളഞ്ഞത്? സിറ്റൗട്ടിൽ നിന്ന് സൂസമ്മ ചോദിച്ചു. "ദാ വരുന്നു." നടന്നുകൊണ്ട് ഔസേപ്പച്ചൻ പറഞ്ഞു. ഞാനിങ്ങനെ ഓരോ തവണയും ഓരോ കാറുമായിട്ട് വരുന്നത് കണ്ടിട്ട് ജൂലിക്ക് അതിശയം. ഔസേപ്പച്ചൻ അകത്തേക്ക് നടന്നു. "വിന്നി എവിടെ പോയതാ?" ബൈക്ക് മുറ്റത്ത് കാണാഞ്ഞപ്പോഴേ മനസ്സിലായി ആളിവിടെ ഇല്ലെന്ന്. മുറിയിൽ കടന്ന ഔസേപ്പച്ചൻ സെറ്റിയിലിരുന്നു. "അവൻ സെബാനെ കാണാൻ പോയതാ. ആ കാശ് ഇതുവരെ തന്നില്ലെന്നേ. ഇപ്പം എത്ര അവധിയായി? 1-2 രൂപയാണോ? 8 ലക്ഷം. പലിശ തരുന്നില്ലേ സെബാൻ?" "പലിശ കിട്ടിയിട്ട് എന്താ കാര്യം? പലിശയ്ക്ക് വേണ്ടി കൊടുത്ത കാശാണോ? വാക്കിനൊരു നേരും നെറിയും വേണ്ടേ ഔസേപ്പച്ച? അവന് തോന്നുമ്പോൾ തന്നാൽ മതിയോ?" "ജൂലിയെ കെട്ടിക്കാൻ വെച്ചിരുന്ന കാശാ. ഫിക്സഡ് ഡിപ്പോസിറ്റിൽ നിന്ന് എടുത്താ കൊടുത്തത്." ആനി ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ തോളത്തിട്ട് കുലുക്കി ഉണർത്താൻ ശ്രമിച്ചുകൊണ്ട് ഡൈനിങ് റൂമിലേക്ക് വന്നു. "ജൂലിയെ കല്യാണം കഴിപ്പിക്കാൻ എന്താ ഇത്ര ധൃതി? അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ," ഔസേപ്പച്ചൻ പറഞ്ഞു. എന്നിട്ട് മുറിയിലേക്ക് വരികയായിരുന്ന ജൂലിയെ ഒന്ന് നോക്കുകയും ചെയ്തു. "എന്നായാലും നടത്തേണ്ടതല്ലേ ഔസേപ്പച്ച? ഞാനൊരു കാര്യം പറയട്ടെ സൂസമ്മച്ചി? കുറേ കാലമായിട്ട് എൻ്റെ മനസ്സിലുള്ളതാ. സമയം വരട്ടെ എന്ന് കരുതി പറയാതിരുന്നതാ. ഓരോ തവണ ഇവിടെ വരുമ്പോഴും വിചാരിക്കും." ഔസേപ്പച്ചൻ ഇടയ്ക്ക് നിർത്തിയിട്ട് സൂസമ്മയെ നോക്കി. അയാളുടെ ചമ്മലും ടെൻഷനും സൂസമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്തായാലും ഔസേപ്പച്ചൻ പറഞ്ഞു. അവർ പ്രോത്സാഹിപ്പിച്ചു. "ആദ്യം ഞാൻ കരുതി വിന്നിയോട് പറയാമെന്ന്. അവൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കൊരു ധൈര്യക്കുറവ്. അതുകൊണ്ടാ." അയാൾ വിരലുകൾ കൂട്ടിപ്പിണയ്ക്കുകയും അഴിക്കുകയും ചെയ്തു. ജൂലി കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ ഔസേപ്പച്ചനെ നോക്കിക്കൊണ്ട് വാതിലിൽ ചാരി നിന്നു. "കല്യാണക്കാര്യം അല്ലേ ഔസേപ്പച്ചന് പറയാനുള്ളത്?" ആനി ചോദിച്ചു. "അതിവിടെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവൻ്റെ അനുവാദവും സമ്മതവും ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല." "അതെനിക്കറിയാം." ഔസേപ്പച്ചൻ തലകുലുക്കി. "എന്നാലും അവനോട് ചോദിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുടെ മനസ്സൊന്നറിയണ്ടേ?" "ഇവിടെ ആർക്കാ താല്പര്യക്കുറവ്?" സൂസമ്മ ആനിയെയും ജൂലിയെയും നോക്കി. ജൂലി അടുത്ത മുറിയിലേക്ക് വലിഞ്ഞു കളഞ്ഞു. "വീട്ടിൽ ഭയങ്കര നിർബന്ധം. ഞാൻ ഉടനെ കല്യാണം കഴിക്കണമെന്ന്. പെങ്ങന്മാർക്കും എൻ്റെ കല്യാണം കൂടാൻ ധൃതിയായി." ഔസേപ്പച്ചൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഔസേപ്പച്ചന്. കൂട്ടത്തിൽ വണ്ടിക്കച്ചവടവും ഉണ്ട്. കാറും ജീപ്പും ലോറിയും വാങ്ങി മറിച്ച് വിൽക്കും." ഔസേപ്പച്ചൻ്റെ അപ്പൻ ഇല്ലിക്കൽ തൊമ്മച്ചന് കന്നുകാലി കച്ചവടമായിരുന്നു തൊഴിൽ. അന്ന് മുളങ്കര 5-6 ചെറിയ പീടികകൾ മാത്രമുള്ള മുക്കൂട്ടപ്പെരുവഴിയായിരുന്നു. മുളങ്കരയുടെ വളർച്ച പെട്ടെന്നായിരുന്നു. ഒപ്പം ഇല്ലിക്കൽ തൊമ്മച്ചൻ്റെയും. മുളങ്കര ഇപ്പോൾ സാമാന്യം വലിയൊരു ടൗണാണ്. തൊമ്മച്ചൻ മുളങ്കര പഞ്ചായത്ത് പ്രസിഡന്റും. പായിപ്പാട്ട് വീട്ടിൽ റൈറ്റർ ദാനിയേലിൻ്റെയും സൂസമ്മയുടെയും മകൻ വിൻസെൻറ്റും തൊമ്മച്ചൻ്റെ മകൻ ഔസേപ്പച്ചനും തമ്മിലുള്ള സൗഹൃദം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്കേ ഉള്ളതാണ്. ഔസേപ്പച്ചൻ പ്രീ ഡിഗ്രി കൊണ്ട് പഠിപ്പ് നിർത്തി ബിസിനസ്സിലേക്കിറങ്ങി. വിൻസെൻ്റ് ബിരുദവും ബിരുദാനന്ദ ബിരുദവും തേടി തൊഴിലിന് വേണ്ടി അലഞ്ഞു നടന്നു. ഒടുവിൽ സബ് ഇൻസ്പെക്ടർ സെലക്ഷനുള്ള ടെസ്റ്റും ഇൻ്റർവ്യൂവും കഴിഞ്ഞ് അന്തിമ ഫലം കാത്തു നിൽക്കുകയാണ്. ഔസേപ്പച്ചനെ 2 ദിവസം കാണാതിരുന്നാൽ വിൻസെൻ്റ് അയാളുടെ വീട്ടിൽ അന്വേഷിച്ചെത്തും. വിൻസെൻറ്റിനെ കണ്ടില്ലെങ്കിൽ ഔസേപ്പച്ചൻ പായിപ്പാട്ട് വീട്ടിലും വരും. ആ സൗഹൃദ സന്ദർശനങ്ങളിലൂടെയാണ് എപ്പോഴോ വിൻസെൻറ്റിൻ്റെ പെങ്ങൾ ജൂലി ഔസേപ്പച്ചൻ്റെ ഹൃദയം കവർന്നത്. അയാൾക്ക് ജൂലിയിലുള്ള താല്പര്യം സൂസമ്മയ്ക്കും ആനിക്കും അറിയാം. സൂസമ്മ കൊടുത്ത ചായ കുടിച്ചിട്ട് ഔസേപ്പച്ചൻ എഴുന്നേറ്റു. "വിന്നി വരുമ്പോൾ പറഞ്ഞേക്കണം ഞാൻ വന്നിട്ട് പോയെന്ന്." സൂസമ്മ തലയാട്ടി. ഔസേപ്പച്ചൻ തൻ്റെ ഓഫീസിലെത്തി. വിൻസെൻ്റ് വന്ന് തിരക്കിയിട്ട് പോയി. ടൈപ്പിസ്റ്റ് പ്രിയ പറഞ്ഞു. "എന്നിട്ട് എവിടെ പോയി?" "ഒന്നും പറഞ്ഞില്ല. വലിയ ദേഷ്യത്തിലായിരുന്നു." "അവൻ അങ്ങോട്ടായിരിക്കും പോയത്, സെബാൻ്റെ അടുത്തോട്ട്." ഔസേപ്പച്ചൻ്റെ ഊഹം തെറ്റിയില്ല. പള്ളിത്താഴത്ത് ഫൈനാൻസിയേഴ്സിൻ്റെ മുൻപിൽ ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ട് വിൻസെൻ്റ് ഇറങ്ങി. 2ാമത്തെ നിലയിലാണ് ഫൈനാൻസിയേഴ്സിൻ്റെ ഓഫീസ്.
മരക്കോവണി ചാടിക്കയറി വിൻസെൻ്റ് മുകളിലെത്തി. ഓഫീസിനുള്ളിൽ 4-5 പേർ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. സെബാസ്റ്റ്യൻ്റെ ക്യാബിന് നേർക്ക് ചെന്ന വിൻസെൻ്റ് അതിൻ്റെ വാതിൽ തള്ളി തുറന്നു. ബോസ് ഇവിടെ ഇല്ല സാർ, കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന യുവതി പറഞ്ഞു. എവിടെ പോയി? ഡോർ ഹാൻഡിലിൽ നിന്ന് കൈയെടുക്കാതെ വിൻസെൻ്റ് ചോദിച്ചു. അറിയില്ല. ശോകത്തോടെ തിരിഞ്ഞു നടന്ന വിൻസെൻ്റ് മരക്കോവണിയിൽ വെച്ച് സെബാസ്റ്റ്യൻ്റെ ADC ആയ സുഗുണനെ കണ്ടു. സെബാസ്റ്റ്യൻ എന്തിയോടോ, ചത്തുപോയോ? വിൻസെൻ്റ് ചോദിച്ചു. മുടി വെട്ടിക്കാനെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയത്. ബെൻസുകാരിൽ തന്നെയാണോ അവൻ ചിരയ്ക്കാൻ പോയത്? അതെ, സെബാസ്റ്റ്യന് ഒരു ബെൻസുകാറുണ്ട്. ഔസേപ്പച്ചൻ കഴിഞ്ഞ കൊല്ലം സംഘടിപ്പിച്ചു കൊടുത്തതാണ്. ഒരു വെയിറ്റിന് വേണ്ടിയാണ് താൻ ബെൻസുകാർ വാങ്ങിയതെന്ന് അയാൾ കൂടെ പറയും. ആ ബെൻസുകാറിൻ്റെ വെയിറ്റ് കൊണ്ട് മാത്രം ലക്ഷക്കണക്കിന് രൂപ പല നിക്ഷേപകരിൽ നിന്നും ബ്ലേഡ് കമ്പനിയിലേക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അയാളുടെ അവകാശവാദം. വിൻസെൻ്റ് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി കിഴക്കോട്ട് ഓടിച്ചുപോയി. കോസ്മോസ് സലൂണിന് മുന്നിൽ ബെൻസ് കിടക്കുന്നത് അവൻ കണ്ടു. കാറിൻ്റെ മുൻപിൽ ബുള്ളറ്റ് നിർത്തിയിട്ട് അവൻ സലൂണിനുള്ളിലേക്ക് കയറി ചെന്നു. സലൂണിനുള്ളിലെ 3 കസേരകളിലും ആളുകൾ മൂടി പുതിച്ചിരുന്ന് മുടി മുറിപ്പിക്കുന്നുണ്ട്. സോഫയിൽ വേറെ 4-5 ആൾക്കാർ കാത്തിരിക്കുന്നു. എടാ, വിളി കേട്ട് എല്ലാവരും വിൻസെൻ്റിൻ്റെ നേർക്ക് നോക്കി. നടുവിലത്തെ കസേരയിലായിരുന്നു സെബാസ്റ്റ്യൻ. അയാളെ പൊതിപ്പിച്ച വെള്ളത്തുണിക്ക് മീതെയും കഴുത്തിലും മുഖത്തും എല്ലാം മുടിനാരുകൾ. വിൻസെൻ്റ് കറങ്ങുന്ന കസേര പിടിച്ച് 2 ആവർത്തി കറക്കിയിട്ട് സെബാസ്റ്റ്യനെ തനിക്ക് അഭിമുഖമായി നിർത്തി. നീ എന്നെ കാണാതെ മുങ്ങി നടക്കുക അല്ലടാ കഴിവേറിൻ്റെ മോനെ. സെബാസ്റ്റ്യൻ വിളറിപ്പോയി. അയാൾ ബാർബർ ഷോപ്പിലുള്ളവരെ നോക്കി. മുടി വെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ നിൻ്റെ തമാശ? കേൾക്കുന്നവർ വിചാരിക്കുമല്ലോ നീ വലിയ സീരിയസ് ആയിട്ടായിരിക്കുമെന്ന്. തമാശയോ? മിണ്ടി പോകരുത്. ഇക്കഴിഞ്ഞ 1-ാം തീയതി എൻ്റെ പണം തരാമെന്ന് നീ വാക്ക് പറഞ്ഞതാണോ? അതിനു മുമ്പ് നീ എത്ര അവധി പറഞ്ഞു? ഓരോ 1-ാം തീയതി കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? എന്നിട്ട് നിന്നെ വിളിക്കുമ്പോൾ നീ ഓഫീസിലുമില്ല വീട്ടിലുമില്ല. എനിക്ക് എൻ്റെ പണത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനം അറിയണം. വിന്നി, നീയൊന്ന് അടങ്ങ്. ഞാൻ ഈ മുടിയൊന്ന് വെട്ടിച്ച് തീർത്തോട്ടെ. എന്നോട് സമാധാനം പറഞ്ഞിട്ട് മതിയടാ, ബാക്കി ചേരാ. നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടെങ്കിൽ വെളിയിൽ വെച്ച് തീർത്തോണം. ഇതിനകത്ത് ബഹളം വയ്ക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യണം. ബാർബർ ഷോപ്പ് ഉടമ കൊച്ചു നീലാണ്ടൻ പറഞ്ഞു. ഓ, ഉത്തരവ്. നിങ്ങളുടെ കസേരയിൽ ഇരിക്കുമ്പോഴല്ലേ പ്രശ്നം? വിൻസെൻ്റ് സെബാസ്റ്റ്യനെ മൂടി പുതപ്പിച്ച വെള്ള ടവൽ വലിച്ചെടുത്ത് നിലത്തിട്ടു. എന്നിട്ട് അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ച് താഴെ ഇറക്കി. അങ്ങനെ തന്നെ കടയ്ക്ക് വെളിയിലേക്ക് തള്ളിക്കൊണ്ടുപോയി. സെബാസ്റ്റ്യൻ്റെ മുടി പാതിയോളമേ വെട്ടിയിരുന്നുള്ളൂ. എടാ, മനുഷ്യർ കാണും, നീ വിട്. സെബാസ്റ്റ്യൻ കുതറി. കാണട്ടെ, നീ പകുതി ചരച്ചാൽ മതി. എൻ്റെ പണം തന്നിട്ട് ബാക്കി. സെബാസ്റ്റ്യൻ്റെ മുഖം മുറുകി. വിന്നി, ബലം പ്രയോഗിക്കരുത്. ബലപ്രയോഗത്തിനാണെങ്കിൽ ഞാനും ഒരു കൈ നോക്കും. നോക്കടാ പട്ടി. പറഞ്ഞത് സെബാസ്റ്റ്യൻ്റെ ചെകിട്ടത്തൊന്നും പൊട്ടിച്ചത് ഒപ്പം കഴിഞ്ഞു. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. എൻ്റെ തനി നിറ നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. സംഗതി കളിയല്ലെന്ന് മനസ്സിലായതോടെ അവർക്ക് ചുറ്റും ആളുകൂടി. എന്താ വിന്നി ഇത്? സ്റ്റേഷനറിക്കാരൻ കറിയാച്ചൻ ചോദിച്ചു. വിവരവും വിദ്യാഭ്യാസം ഉള്ളവനല്ലേ നീ? ഒരുമാതിരി റൗഡികളെപ്പോലെ ചന്തയിൽ കിടന്ന് അടികൂടുക എന്ന് വെച്ചാൽ ചേട്ടൻ എന്തറിഞ്ഞുകൊണ്ടായി പറയുന്നത്? രൂപ 8 ലക്ഷമായി ഇവൻ്റെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുത്തത്. എൻ്റെ പെങ്ങടെ കല്യാണത്തിന് കരുതി വെച്ചിരുന്ന കാശാ. എൻ്റെ അപ്പച്ചൻ മരിച്ചപ്പോൾ കിട്ടിയ PF ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ ഫിക്സഡായിട്ട് ബാങ്കിലിട്ടിരുന്നതാ. ഈ പന്നനാറ് ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്തത്. വിവരവും വിദ്യാഭ്യാസം ഓർത്തുകൊണ്ടിരുന്ന കാശ് ആര് തരും? ചേട്ടൻ തരുമോ? എന്നാൽ പിന്നെ നീ തല്ലി മേടിക്ക്. സ്കറിയാച്ചൻ മുഖം ചുളിച്ചു. മേടിക്കും. അതിന് ചുണയുള്ളവനാ പായിപ്പാട്ട് സെബാസ്റ്റ്യൻ. പണം ഞാൻ തരില്ലെന്ന് പറഞ്ഞില്ലല്ലോ. തരും. സെബാസ്റ്റ്യൻ ഒത്തുതീർപ്പിന് സന്നദ്ധനായി. തരാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കുറേ ആയില്ലോടാ. ഇത്രയും നാൾ നീ എന്നോട് അവധി പറഞ്ഞു. ഇനി ഞാൻ നിന്നോടൊരവധി പറയുക. ഈ വരുന്ന 25-ാം തീയതി എനിക്ക് എൻ്റെ പണം കിട്ടണം. ഇല്ലെങ്കിൽ നിൻ്റെ ഈ ബെൻസ് കാറും കോപ്പും കുടച്ചക്രവും എല്ലാം കൂടി ഞാൻ പെട്രോൾ ഒഴിച്ച് കത്തിക്കും. പറഞ്ഞ പോലെ ചെയ്യുന്നവനാ പായിപ്പാടൻ. 12 ദിവസമുണ്ട്. നീ എണ്ണി വെച്ചോടാ. സെബാസ്റ്റ്യൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചിരുന്ന പിടുത്തം വിട്ട് അവനെ പിന്നോട്ട് തള്ളിയിട്ട് വിൻസെൻ്റ് മോട്ടോർ സൈക്കിൾ കയറിയിരുന്നു. കിക്ക് സ്റ്റാർട്ടിൽ ആഞ്ഞു ചവിട്ടി. അവൻ ബൈക്ക് കിടത്തിയതുപോലെ തിരിച്ച് കുതിച്ചു ആഞ്ഞുപോയി. നീ ഒരു ബിസിനസ് നടത്തുന്നവനല്ലേ സെബാനെ? ഇങ്ങനെ നെറുകേട് കാണിക്കാൻ കൊള്ളാമോ? സ്കറിയാച്ചൻ ചോദിച്ചു. ചേട്ടനറിയാമോ, കോടി രൂപയുടെ ബിസിനസ്സാണ് ഞാൻ നടത്തുന്നത്. ലക്ഷക്കണക്കിന് രൂപ എൻ്റെ ബാങ്കിൽ പലരും ഇട്ടിട്ടുണ്ട്. ഞാനും അതുപോലെ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നടത്തുന്ന ഒരു നമ്പർ ചിട്ടിയുടെ പകുതി കാശ് വേണ്ട അവൻ്റെ കടം വീട്ടാൻ. സെബാസ്റ്റ്യൻ പിറുപിറുത്തുകൊണ്ട് സലൂണിനുള്ളിലേക്ക് പോയി. വീട്ടിലെത്തുമ്പോഴും വിൻസെൻറ്റിൻ്റെ അന്തക്ഷോഭം അടങ്ങിയിരുന്നില്ല. സൂസമ്മ അമ്പരെന്ന് അവനോട് ചോദിച്ചു. നിനക്കിതെന്നാ പറ്റിയടാ വിന്നി? ഞാൻ ആ സെബാനെ കണ്ട് 4 വർത്തമാനം പറഞ്ഞു. ഇനി വഴക്കുണ്ടാക്കാൻ നടന്നു. ഞാൻ അന്നേ പറഞ്ഞതല്ലായിരുന്നോ പൈസ കൊടുക്കരുതെന്ന്? നീ അത് കേട്ടില്ല.
അല്ലെങ്കിലും വിന്നിച്ചായൻ എപ്പോഴും എടുത്തുചാട്ടമാ. വെട്ടെന്ന് മുറി 2. വിൻസെൻറ്റിൻ്റെ അനുജൻ ജസ്റ്റിൻ പറഞ്ഞു. അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ്. കോളേജിൽ നിന്ന് മടങ്ങി വന്നതേയുള്ളൂ. രൂപ കൊടുത്തതാണെങ്കിൽ വാങ്ങാനും എനിക്കറിയാം. പ്രോമിസറി നോട്ടുണ്ട് എൻ്റെ കയ്യിൽ. കേസിന് പോകാൻ കഴിയാഞ്ഞിട്ടാണ് ഞാൻ ഈ വഴക്കിന് നടക്കുന്നത്, വിൻസെൻ്റ് പറഞ്ഞു. ആനി ഒരു ഗ്ലാസ് ചായ അവൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് വെച്ചു. വിൻസെൻറ്റിൻ്റെ മൂത്ത സഹോദരിയാണ് ആനി. 4 കൊല്ലം മുമ്പ് ആനിയുടെ വിവാഹം നടന്നു. ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് 2 കൊല്ലം മുമ്പ് ഭർത്താവ് മരിച്ച ശേഷം അവൾ മോനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. 2 വിധവകളാണ് തൻ്റെ വീട്ടിലെന്ന് വിൻസെൻ്റ് ഉൾക്കിടലത്തോടെ ഓർക്കാറുണ്ട്. അമ്മയും സഹോദരിയും. വിൻസെൻ്റ് ചായ കുടിച്ചുകൊണ്ടിരിക്കെ സൂസമ്മ പറഞ്ഞു. ഔസേപ്പച്ചൻ വന്ന് നിന്നെ അന്വേഷിച്ചു. ആ ഞങ്ങൾ പുതിയ കാറിൽ, ജൂലി പറഞ്ഞു. വിൻസെൻ്റ് അവളെ തറപ്പിച്ച് നോക്കി. വണ്ടികൾ മാറി മാറി വരും, അത്ഭുതമൊന്നും അല്ലാതെ. ജൂലി മുഖം വീർപ്പിച്ചു. ഔസേപ്പച്ചൻ ഒരു കാര്യം സൂചിപ്പിച്ചു. സൂസമ്മ ലേശം കുസൃതിയിൽ മകനെ നോക്കി. എന്ത് കാര്യം? നിനക്കറിയാത്തതുപോലെ. നിങ്ങൾ കൂട്ടുകാരല്ലേ, ഒരു കുഴിയിൽ ചാകാനും തയ്യാറായിട്ട് നിൽക്കുന്നവർ. അമ്മ കാര്യം പറ. ജൂലിയോട് അവരൊരു ഇഷ്ടമുള്ളതുപോലെ അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന്. ജൂലി വേഗം ഡോർ കർട്ടന് പിന്നിലേക്ക് മാറി. വിൻസെൻറ്റിൻ്റെ പുരികം ചുളിഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞു? ഒന്നും തുറന്നു പറഞ്ഞില്ല. പറയാനൊരു ധൈര്യക്കുറവാ. എന്നാലും നമുക്കറിയരുതോ? സൂചന കിട്ടിയപ്പോൾ തന്നെ പറയാമായിരുന്നില്ലേ അമ്മയ്ക്ക് നടക്കില്ലെന്ന്. ഡോർ കർട്ടന് പിന്നിൽ നഖം കടിച്ച് നിന്ന ജൂലി ഞെട്ടിപ്പോയി. സൂസമ്മ പകച്ച് മകനെ നോക്കി. ജൂലിക്കും താല്പര്യമാണെന്ന് തോന്നുന്നു. ജൂലി, വിൻസെൻ്റ് വിളിച്ചു. അവൾ ഡോർ കർട്ടന് പിന്നിൽ നിന്ന് മുറിയിലേക്ക് കയറി വന്നു. നിനക്ക് ഔസേപ്പച്ചന് ഇഷ്ടമാണോ? ഒരു മയവുമില്ലാതെയാണ് ചോദ്യം. ജൂലി ഒരു നിമിഷം പകച്ചു. എന്തു പറയണം? ഇഷ്ടമാണെന്നുള്ളത് സത്യം. എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, ജൂലി തുറന്നു പറഞ്ഞു. എന്നാൽ ഇനി മുതൽ ഇഷ്ടക്കേട് ഉണ്ടായിക്കോട്ടെ. അതിന് ഔസേപ്പച്ചൻ എന്നോട് ഇതുവരെ മോശമായിട്ട് സംസാരിച്ചിട്ടോ പെരുമാറിയിട്ടോ ഇല്ല. അത് നേരാ കേട്ടോ. ഡീസൻ്റായിട്ട് അവൻ ഇതുവരെ പെരുമാറിയിട്ടുള്ളൂ. അവളോട് മാത്രമല്ല, എല്ലാവരോടും. അവനൊരു കൊള്ളരുതാത്തവനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും എൻ്റെ പെങ്ങൾക്ക് അവന് വേണ്ട. ജൂലിക്ക് കരച്ചിൽ വന്നുപോയി. വലിയൊരു സ്വപ്നസൗധമാണ് തകർന്ന ചില്ലുകൊട്ടാരമായി ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിൽ വീണടിഞ്ഞത്. ജൂലി കരഞ്ഞുകൊണ്ട് മുറി വിട്ടുപോയി. എന്താ മോനെ അവൻ്റെ പ്രശ്നം? വാടിയ മുഖത്തോടെ സൂസമ്മ ചോദിച്ചു. ആരും നമ്മൾ കാണുന്ന പോലെ അല്ലമ്മേ. ഒരുത്തന് ശരിയല്ല. കാണുമ്പോഴുള്ള പഞ്ചാരച്ചിരിയേ ഉള്ളൂ. അവൻ ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് മുറിയിലേക്ക് പോയി. രാത്രി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ വിൻസെൻറ്റിന് ഒരു ഫോൺ വന്നു. ആനിയാണ് അറ്റൻഡ് ചെയ്തത്. വിന്നി, നിനക്കാ, ആനി വന്ന് പറഞ്ഞു. വിൻസെൻ്റ് എച്ചിൽ കൈ കഴുകാൻ നിൽക്കാതെ പോയി ഫോൺ എടുത്തു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചു വന്ന് കൈ കഴുകി. ആരാ മോനെ? സൂസമ്മ ചോദിച്ചു. ഔസേപ്പച്ചനാ. എന്നോട് അർജൻറ്റായിട്ട് അങ്ങോട്ടൊന്ന് ചെല്ലണമെന്ന്. ഈ രാത്രിയിൽ എന്താ കാര്യം? വന്നിട്ട് പറയാം. നീ ഒന്നും കഴിച്ചില്ലല്ലോ. മതി. അവൻ തിടുക്കത്തിൽ ഡൈനിങ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ പോർച്ചിൽ നിന്ന് ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒച്ച കേട്ടു. വിൻസെൻ്റ് ചെല്ലുമ്പോൾ ഔസേപ്പച്ചൻ റിയൽ എസ്റ്റേറ്റ് ഓഫീസ് ഷട്ടർ മിക്കവാറും താഴ്ത്തിയിട്ടിരിക്കുകയാണ്. കാർ വെളിയിൽ കിടപ്പുണ്ട്. ഇറക്കത്തിൽ വെച്ച് തന്നെ എൻജിൻ ഓഫായി പോയതിനാൽ ന്യൂട്രൽ ഗിയറിലാണ് വിൻസെൻ്റ് വന്നത്. കാറിന് പിന്നിൽ ബൈക്ക് വെച്ചിട്ട് അവൻ കടവരാന്തയിലേക്ക് കയറി. 3/4 ഭാഗവും താഴ്ത്തിയിട്ടിരുന്ന ഇരുമ്പ് ഷട്ടർ പൊടുന്നനെ വലിച്ചു പൊക്കി. അകത്ത് ഫോൺ ചെയ്തുകൊണ്ടിരുന്ന ഔസേപ്പച്ചൻ ഞെട്ടിപ്പോയി. അകത്തേക്ക് ഏറെ വിൻസെൻറ്റിനോട് അയാൾ പറഞ്ഞു. പേടിച്ചു പോയല്ലോടാ ചെറുത്താനെ. എന്നിട്ട് ഫോണിലേക്ക് പറഞ്ഞു. ഇല്ല, ഇവിടെ പറഞ്ഞതാ. വെക്കട്ടെ, പിന്നെ വിളിക്കാം. ആരായിരുന്നു ഫോണിൽ? വിൻസെൻ്റ് കസേര വലിച്ചിട്ടിരുന്നു. അത് പറയാം. നീ ഇന്ന് ചന്തയിൽ അരങ്ങേറ്റം നടത്തിയെന്ന് കേട്ടല്ലോ. എന്തിൻ്റെ? ചട്ടമ്പി കളിയുടെ. അല്ലാതെ ഒന്നും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ലടാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് നടന്നില്ലേൽ ആമ്പിള്ളേർ നിന്റെ കയ്യും കാലും തല്ലി ഒടിച്ചിടും. അതിന് പോകുന്നവന് മുളങ്കരയിൽ ഇനി ജനിക്കാനിരിക്കുന്നതേയുള്ളൂ. അല്ല വിന്നച്ച, നീ എന്തോ വിചാരിച്ചിട്ടാ ചന്തയിലിട്ടാ സെബാനെ അടിക്കാൻ പോയത്? നിനക്കൊരു നാണോ മാനോ ഒക്കെ ഇല്ലേ? ഉണ്ടായിരുന്നു. നിന്നെപ്പോലത്തെ 3-4 അളിഞ്ഞ കമ്പനിയുണ്ടേ. ഒറ്റ ദിവസം മതിയല്ലോ നാണോ മാനോ ഇല്ലാതാകാൻ. ഇപ്പോൾ എനിക്കും കൂടെ ആയ കുഴപ്പം. ഞാനെന്ത് വിളിച്ചു? നീ അല്ലേടാ പുല്ലേ അവന് ജാമ്യം കൊടുത്തത്. എൻ്റെ പെങ്ങളുടെ പേരിൽ ബാങ്കിലും കിടന്ന കാശെടുത്ത് അവന് കൊടുക്കണമെന്ന് പറയാൻ നിനക്കൊക്കെ എന്തൊരു മെണപ്പായിരുന്നു. ഇപ്പോൾ ആ കാശ് തിരികെ തരാൻ പറയാൻ നിൻ്റെ നാവ് പൊങ്ങുന്നുണ്ടോ? ഒന്നല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ അവൻ പണം തിരിച്ചു തരുമെന്ന് ഉറപ്പ് പറഞ്ഞവനല്ലേ നീ? റെക്കമെൻഡ് ചെയ്യാനും പണം വാങ്ങിക്കൊടുക്കാനും നീ കാണിച്ച ഉത്സാഹത്തിൻ്റെ 100-1 അത് തിരികെ വാങ്ങിത്തരാൻ കാണിക്കുന്നില്ലല്ലോ. കാശ് ഞാൻ വാങ്ങിത്തരാം, നീയൊന്ന് സമാധാനപ്പെടും. അവൻ ഈയിടെ ലേശം പൊളിഞ്ഞു നിൽക്കുക. കാശെല്ലാം വേറെ ആരാണ്ടുടെയൊക്കെ കയ്യിൽ മറിഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ്. അതെല്ലാം തിരിച്ചു കിട്ടിയാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല ഔസേപ്പച്ച. പറഞ്ഞ അവധിയും അതിൻ്റെ കൂടെ വേറൊരു 10 അവധിയും കഴിഞ്ഞു.
അവന് കിട്ടാനുണ്ടെങ്കിൽ അവന് കൊള്ളാം. എനിക്കെൻ്റെ പൈസ കിട്ടണം. അവൻ തരും വിന്നിച്ച, ഞാനല്ലേ പറയുന്നത്. നീ അവനെയാണോ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നേ? ആ, അവനിപ്പോൾ ഭയങ്കര ചൂടില. നീ അവനെ മാർക്കറ്റിലിട്ട് തല്ലാൻ പിടിച്ചു എന്നൊക്കെ കേട്ടപ്പോൾ അവൻ്റെ ജ്യേഷ്ഠാനുജന്മാർക്കും ഭയങ്കര ചൂട്. 5-6 ഉണ്ടല്ലോ അവന്മാർ. നിന്നെ തല്ലണമെന്നും പറഞ്ഞ് പ്ലാൻ ഇടുകയായിരുന്നു. ഞാനാ അവന്മാരെ ഒന്ന് തണുപ്പിച്ചേ. നീ അങ്ങനെ തണുപ്പിക്കണ്ട, മനസ്സിലായോ? അവനും അവൻ്റെ അനിയന്മാരും അളിയന്മാരും അവൻ്റെ അപ്പനും കൂടി വന്നോട്ടെ, ഞാൻ നോക്കിക്കൊള്ളാം. നീ കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ എന്ന് അവൻ്റെ കൂടപ്പുറപ്പുകളുടെ നിലപാട്. അവന്മാരുടെ അപ്പനെ ഞാൻ റോഡിൽ മുട്ടേ നിർത്തും. ഇത്രയും ചൂട് കൊള്ളുകയല്ല വെന്നിച്ച. വേറെ വല്ല വിശേഷവും പറയാനുണ്ടോ? എനിക്ക് പോകണം. അങ്ങനെ ധൃതി പിടിച്ചാലെങ്ങനെയാ? വാ, നമുക്ക് ഓരോ ബീറടിച്ചിട്ട് പോകാം. മൊത്തത്തിലൊന്ന് തണുക്കും. ഔസേപ്പച്ചൻ എഴുന്നേറ്റു. ലൈറ്റുകളെല്ലാം അണച്ചു. വിൻസെൻ്റ് കടയ്ക്ക് പുറത്തിറങ്ങി. ഔസേപ്പച്ചൻ പുറത്തിറങ്ങി ഷട്ടർ വലിച്ചിട്ട് പൂട്ടി. കാറിലോ ബൈക്കേലോ? ഞാൻ ബൈക്കേ വന്നേക്കാം. ഔസേപ്പച്ചൻ കാറെടുത്തു മുൻപേ പോയി. വിൻസെൻ്റ് പുറകെയും. ഷാലിമാർ ബാർ ഹോട്ടലിൽ കയറി ഓരോ ബിയറിന് പറഞ്ഞ് 2 പേരും മേശയ്ക്ക് കുറവുമായി ഇരുന്നു. സെബാൻ, ഈ പണമില്ല എന്നാ ചെയ്യുമെന്ന് നിനക്കറിയാവോ ഔസേപ്പച്ച? വിൻസെൻ്റ് ചോദിച്ചു. അവൻ കളഞ്ഞിട്ടൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, പലർക്കും അവൻ വൻ തുകകൾ കൊടുക്കാനുണ്ട്. കല്ലുങ്കല ദേവസിക്കുട്ടിക്ക് തന്നെ 10 ലക്ഷത്തിനടുത്ത് കൊടുക്കാനുണ്ടെന്ന എൻ്റെ അറിവ്. കുറേ നാളായിട്ട് അവൻ പലരോടും അവധി തെറ്റിക്കുന്നുണ്ട്. ആ വിഷയം വിടുവിന്നിച്ച, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. ബേറർ ബിയർ കുപ്പികൾ കൊണ്ടുവന്ന് വെച്ചു. അവയുടെ അടപ്പ് തുറന്നിട്ട് പതഞ്ഞ് തുളുമ്പാതെ സൂക്ഷ്മതയോടെ ഗ്ലാസുകളിലേക്ക് ഒഴിച്ചു. 2 പേരും ഓരോ ഗ്ലാസ് ബിയർ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഔസേപ്പച്ചൻ വീണ്ടും ഗ്ലാസുകൾ നിറച്ചു. ഇപ്പോഴാ ഒരാശ്വാസം. ഈ ബിയറില്ലെങ്കിൽ ആത്മാവ് എവിടെ കൊണ്ടുപോയി തണുപ്പിക്കും? വിൻസെൻ്റ് ഒന്നും മിണ്ടാതെ ബിയർ ഗ്ലാസ് കയ്യിലെടുത്ത് 2 കവിൾ കൂടി കുടിച്ചു. ഞാനിന്ന് നിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ, അമ്മ പറഞ്ഞു. നമ്മൾ ചെറുപ്പം മുതലേ അറിയുന്നവരല്ലയോ? നമുക്കിടയിലൊരു മധ്യസ്ഥൻ്റെ ആവശ്യമുണ്ടോ? ഒരു കല്യാണക്കാര്യമായ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. മനസ്സിലായി. ജൂലിയെ എനിക്കിഷ്ടമാണ്. 3-4 കൊല്ലമായി അങ്ങനെ ഒരാഗ്രഹം മനസ്സിൽ കയറിയിട്ട്. അവൾക്കും എന്നോട് ഇഷ്ടക്കേടൊന്നുമില്ല, അതും അറിയാം. വീട്ടിലാണെങ്കിൽ കല്യാണത്തിന് നിർബന്ധിക്കുന്നു. ബേറർ വീണ്ടും 2 ബിയർ കുപ്പികൾ കൊണ്ടുവന്നു വെച്ചു. അടപ്പ് തുറന്ന് 2 ഗ്ലാസും നിറയ്ക്കുകയും ചെയ്തു. നീ ഒന്നും പറഞ്ഞില്ല. അത് ശരിയാവത്തില്ല ഔസേപ്പച്ച. വിൻസെൻ്റ് സിഗരറ്റ് എടുത്ത് ചുണ്ടത്ത് വെച്ചു. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചേക്ക് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഔസേപ്പച്ചൻ വിളറി. അതെന്താ വിന്നിച്ച നീ അങ്ങനെ പറഞ്ഞത്? നമ്മൾ തമ്മിലുള്ള സ്നേഹമൊക്കെ മതി, കൂടുതൽ വേണ്ട. നീ എൻ്റെ കുറവെന്താണെന്ന് പറ. നീ ശരിയല്ല, അത് തന്നെ കാരണം. ഒരു കന്നാലി കച്ചവടക്കാരൻ്റെ മകന് ആ നിലവാരത്തിൽ നിന്ന് 1 ഇഞ്ച് പോലും ഉയരാൻ പറ്റില്ല. അവൻ ആ സംസ്കാരം എപ്പോഴും കാണിക്കും. ഔസേപ്പച്ചൻ്റെ വെളുത്ത മുഖം ചുവന്നു. എൻ്റെ അപ്പൻ അറിയാവുന്നൊരു തൊഴിൽ ചെയ്ത് ജീവിച്ചതാണോ കുറ്റം? ആരുടെയും പിടിച്ചു പറിക്കാനും മോട്ടിക്കാനും പോയില്ലല്ലോ. എടാ, കുടുംബമഹിമയെന്നും പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെ 7 അയലത്ത് കൂടി നിൻ്റെ അപ്പനും പോയിട്ടില്ല, നീയും പോയിട്ടില്ല. നീ പറഞ്ഞത് കുറെ കടുത്തു പോയി കേട്ടോ. എൻ്റെ ചങ്കിലാ നീ കുത്തിയത്. ഞാൻ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു. എന്നെ ഇൻസൾട്ട് ചെയ്തെന്ന് പറ. നിനക്ക് എന്നെ പെങ്ങളെ ചോദിക്കാൻ എന്താ അർഹത? നീ കൊള്ളാവുന്നവനാണോടാ? നീ ആദ്യം നിൻ്റെ ആഫീസിലിരുത്തിയ ഒരു ടൈപ്പിസ്റ്റ് ഉണ്ടല്ലോ, ടൈപ്പിസ്റ്റ് കം PA, മടത്തിപ്പറമ്പിലെ മാണിച്ചൻ്റെ മകൾ ലിസ. നീ അവളോട് എന്താ ചെയ്തേ? തിരിച്ചറിവില്ലാതിരുന്ന കാലത്ത് ചോരത്തിളപ്പ് കൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിന്നോടല്ലേ ഞാൻ ആദ്യം വന്ന് പറഞ്ഞത്? അബദ്ധമാണോടാ? നീ അവളെ കെട്ടിക്കൊള്ളാമെന്ന് പറഞ്ഞല്ലേ വളച്ചെടുത്തത്. എന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പില പോലെ എടുത്ത് കളയുകയും ചെയ്തു. അതെല്ലാം പോട്ടെ, ചെറുപ്പക്കാരാകുമ്പോൾ ചില അമളികളൊക്കെ പറ്റും. പക്ഷേ അവൾക്കൊരാപത്ത് വന്നപ്പോൾ നീ സഹായിച്ചോ? അവളുടെ അപ്പൻ അസുഖം പിടിച്ച് ചാവാൻ കിടന്നപ്പോൾ കൈ അയച്ച് എന്തെങ്കിലും ഒരു സഹായം? അവൾ വന്ന് കരഞ്ഞ് കാല് പിടിച്ചില്ലേ? ഞാൻ ആ ബന്ധം അറുത്തു മുറിച്ച് കളഞ്ഞതാ. നഷ്ടപരിഹാരവും കൊടുത്തിട്ടുണ്ട്. നീയും കൂടി പറഞ്ഞിട്ട് അവളെ ജോലിയെന്ന് പറഞ്ഞു വിട്ടതും പറ്റും. എടാ, എല്ലാറ്റിനും അപ്പുറത്തെ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതാരും പറഞ്ഞും കൊടുക്കണ്ട, കാണിച്ചും കൊടുക്കണ്ട. ഔസേപ്പച്ച, തന്തയ്ക്ക് പെർക്കായിക കാണിക്കുന്നവൻ എവിടെ ചെന്നാലും സൗകര്യം കിട്ടിയാൽ തന്തയ്ക്ക് പെർക്കായിക തന്നെ കാണിക്കും. ആട്ടെ, ഈ പറയുന്ന നീ പരമശുദ്ധനാണോ? ചിലപ്പോഴായിരിക്കും, അല്ലായിരിക്കും. പക്ഷേ ഞാൻ നിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചോ? ഇല്ലല്ലോ. ഒരു മയവും ഇല്ലാതെയാണ് വിൻസെൻറ്റിൻ്റെ വർത്തമാനം. നിനക്കിതെന്നാ പറ്റി വിന്നി? എന്തിൻ്റെ കേടാ നിനക്കിന്ന്? പോലീസാകാൻ ഇപ്പോഴേ തെറി പറഞ്ഞു പഠിക്കുകയാണോ നീ? നിൻ്റെ ഇഷ്ടം പോലെ കരുതിക്കോ. കുപ്പികളിൽ ശേഷിച്ച ബിയറും കൂടി അവർ കുടിച്ചു തീർത്തു. ഇനി എനിക്ക് ധൈര്യമായിട്ട് ദേവസിക്കുട്ടിയുടെ മകളെ കല്യാണം ആലോചിക്കാമല്ലോ. അതും നിൻ്റെ ഇഷ്ടം. വിൻസെൻറ്റിൻ്റെ പ്രണയിനിയാണ് ദേവസക്കുട്ടിയുടെ മകൾ വിജി എന്നറിയാതെയല്ല ഔസേപ്പച്ചൻ അത് പറഞ്ഞത്. ഞാൻ വിചാരിച്ചാൽ ദേവസിക്കുട്ടി അവളെ എനിക്ക് കെട്ടിച്ച് തരും. എന്താ സംശയമുണ്ടോ? ഒരു സംശയവുമില്ല. നിനക്ക് നട്ടിലിന് ഉറപ്പുണ്ടെങ്കിൽ അവളെ കെട്ടിക്കോ, എനിക്ക് സമ്മതം.
ഒരു പിണക്കത്തിൻ്റെ ലാഞ്ചന തങ്ങൾക്കിടയിൽ അവശേഷിച്ചത് അലിയിച്ച് കളയണമെന്ന് ഔസേപ്പച്ചന് തോന്നി. ഓരോ ബിയർ കൂടി പറയട്ടെ? വേണ്ട, മതി. നീ ആ തിയേറ്ററിൻ്റെ എതിർവശത്തെ സ്ഥലത്തിൻ്റെ കാര്യം ആലോചിച്ചോ? ഔസേപ്പച്ചൻ വിഷയം മാറ്റി. ആലോചിക്കാമെന്നാണല്ലോ നീ പറഞ്ഞത്. ആലോചിച്ചില്ല. കൊടുക്കുന്നെങ്കിൽ പറ. 30 സെൻറ്റല്ലേ ഉള്ളൂ. നല്ല വില ഞാൻ വാങ്ങിച്ചു തരാം. അവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നത് തന്നെ ഐശ്വര്യക്കേടാ. അവിടെ ഒന്നാന്തരം ഒരു ഹോട്ടലോ ബാങ്കോ ഷോപ്പിംഗ് കോംപ്ലക്സോ വരട്ടെ. നാട് അത്രയും പുരോഗമിക്കുമല്ലോ. അത് കൊടുക്കുന്നില്ല ഔസേപ്പച്ച, വിൻസെൻ്റ് തീർത്തു പറഞ്ഞു. ഇന്നെൻ്റെ ദിവസം മോശം. രാവിലെ ആരെയാണോ കണി കണ്ടത്? ഔസേപ്പച്ചൻ പിറുപിറുത്തു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ജൂലിയാണ് ചെന്ന് റിസീവർ എടുത്തത്. TV കാണുകയാണ് വിൻസെൻ്റ്. ജൂലി വിൻസെൻറ്റിനരികെ ചെന്നു. വിന്നിച്ചായനാ ഫോണ്. ആരാ? ജൂലി അവൻ്റെ നേർക്ക് മൂർച്ചയോടെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. വിൻസെൻ്റ് എഴുന്നേറ്റ് എന്ന് റിസീവർ എടുത്തു. ഹലോ ഹലോ, ഞാനാ, വിജിയ. കാതിൽ തേൻതുള്ളി വീണിട്ടെന്ന പോലെ വിൻസെൻ്റ് ഒന്ന് കുളിർന്നു. ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ വിളിച്ചത് ഒരു കാര്യം അറിയാനാ. ഞാൻ നാളെ രാവിലെ അങ്ങ് പോകും. പള്ളി കഴിഞ്ഞല്ലേ പോകൂ? അത്രേ ഉള്ളൂ. പ്രോഗ്രാം വിശദമായിട്ട് പറ. കോട്ടയത്ത് ചെന്നിട്ട് ഗ്രേസി ആൻറ്റിയുടെ വീട്ടിലൊന്ന് കയറും. പിന്നെ 9:30 ട്രെയിന്. ഞാനങ്ങ് എത്തിക്കൊള്ളാം. 2 ടിക്കറ്റ് എടുത്ത് വെച്ചേക്കണം. വിനീച്ചൻ എത്ര മണിക്ക് വരും റെയിൽവേ സ്റ്റേഷനിൽ? 9 മുമ്പെത്തിയാൽ പോരെ? കൃത്യസമയം പറ. അത് കണക്കാക്കി വേണം ഗ്രേസി ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ. കോട്ടയത്ത് വന്നിട്ട് ഞാൻ വിളിക്കാം. എന്നാൽ ശരി. ഓക്കെ. അവൻ ഫോൺ വെച്ചു. വിജി ആയിരുന്നോ? സൂസമ്മ ചോദിച്ചു. ആ, അലക്ഷ്യസ്വരത്തിൽ പറഞ്ഞിട്ട് അവൻ മുറിയിലേക്ക് പോയി. കല്ലിങ്കിലെ ദേവസിക്കുട്ടിയുടെ മകൾ വിജി തൃശ്ശൂരിലാണ് പഠിക്കുന്നത്. അവിടെ അവളുടെ മൂത്ത സഹോദരൻ സാമുവൽ കുടുംബസമേതം താമസിക്കുന്നുണ്ട്. അവരുടെ വീട്ടിൽ നിന്നാണ് അവൾ കോളേജിൽ പോകുന്നത്. സാമുവലിന് ഫുഡ് കോർപ്പറേഷനിലാണ് ജോലി. റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് വീടും. പിറ്റേ ദിവസം പള്ളിയിൽ വെച്ച് വിൻസെൻ്റ് വിജിയെ കണ്ടു. 2 വാക്ക് സംസാരിക്കാനും അവസരം കിട്ടി. വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുവിടാൻ പോവുകയാണെന്ന് അവൾ പറഞ്ഞു. മുളങ്കരയിൽ നിന്നും കോട്ടയത്തിന് നേരിട്ട് KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചറും പ്രൈവറ്റ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സും ഉണ്ട്. വൈകുന്നേരം 6 മണിക്ക് വിന്നി വേഷം മാറി ഇറങ്ങി. നാളെ ഞാൻ വരൂ, അവൻ സൂസമ്മയോട് പറഞ്ഞു. കോട്ടയത്തിന് പോവുക, സ്റ്റാൻസ്ലാവോസിനടുത്ത്. സ്റ്റാൻസ്ലാവോസ് വിന്നിയുടെ സ്നേഹിതനാണ്. കോട്ടയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓവർസിയറാണ്. വാടക വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. വിന്നി ഇടയ്ക്കിടെ അവിടെ പോകാറുണ്ട്. പോയാൽ ഒരു ദിവസം താമസിച്ച് ആഘോഷിച്ചിട്ടേ തിരിച്ചു വരൂ. സ്റ്റാൻസ്ലാവോസ് വിന്നിയുടെ വീട്ടിലും പലതവണ വന്നിട്ടുണ്ട്. ആ പേരുച്ചരിക്കാനുള്ള വിഷമം ഒഴിച്ചാൽ സ്റ്റാൻസ്ലാവോസ് കൊള്ളാവുന്നൊരു ചെറുപ്പക്കാരനാണെന്ന് സൂസമ്മയ്ക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഔസേപ്പച്ചൻ്റെ നാവിന് ഒട്ടും ആ പേര് വഴങ്ങില്ല. അതിനാൽ അയാൾ സ്റ്റാൻസ്ലാവോസിൻ്റെ പേര് മാറ്റി മാറിവാനിയോസ് എന്നാണ് വിളിക്കുക. വിന്നി സ്റ്റെനി എന്നും വിളിക്കും. ദേഷ്യം വരുമ്പോൾ സ്തനസ്ലാവോസെ എന്നും വിളിക്കും. പോകുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞതിനാൽ വിൻസെൻ്റ് ഔസേപ്പച്ചൻ്റെ റിയൽ എസ്റ്റേറ്റ് ഓഫീസിൽ ചെന്നു. ഹോട്ടൽ മരിയായിലുണ്ട്. വന്നാലുടൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ടൈപ്പിസ്റ്റ് അറിയിച്ചു. പോകുന്ന വഴിക്കാണ് മരിയ ഹോട്ടൽ. ഹോട്ടലിന് മുമ്പിൽ ബൈക്ക് നിർത്തിയിട്ട് വിൻസെൻ്റ് ഹോട്ടലിലേക്ക് കയറി ചെന്നു. ഔസേപ്പച്ചനും സെബാസ്റ്റ്യൻ്റെ അനുജൻ കുഞ്ഞുമോനും കൂടി ഇരുന്ന് ബിയർ അടിക്കുകയാണ്. വാ വാ ഇരിക്ക്, ഔസേപ്പച്ചൻ ക്ഷണിച്ചു. വിൻസെൻ്റ് ഇരുന്നു. ഔസേപ്പച്ചൻ ബിയറെ വിളിച്ചു. ഒരു KF കൂടെ. ഇല്ലില്ല, എനിക്ക് ബിയറൊന്നും വേണ്ട. ഞാൻ വേറൊരു വഴിക്ക് പോവുക. കോട്ടയത്തിനല്ലേ? എനിക്കറിയരുതോ? ഒരെണ്ണം അടിച്ചിട്ട് പോയാൽ മതി. ബൈക്കേലിരുന്ന് കാറ്റേറ്റ് പോകാൻ അതാ സുഖം, ഔസേപ്പച്ചൻ പറഞ്ഞു. എന്നാൽ നിങ്ങളിരിക്കെ, ഞാൻ ഇറങ്ങുക. കുഞ്ഞുമോൻ എഴുന്നേറ്റു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, ഔസേപ്പച്ചനും പറഞ്ഞു. കുഞ്ഞുമോൻ പോയി. ബീറെത്തി. അവളെ കാണാനല്ലേടാ നീ പോകുന്ന വിജിയെ? പതുക്കെ പറയടാ. എത്ര പതുക്കെ പറഞ്ഞാലും എന്നെങ്കിലും അവളുടെ അപ്പൻ നിന്നെ പിടിക്കും. അല്ലെങ്കിൽ തന്നെ ഇത് ഭയങ്കര സുഖേടല്ലേ? ഇവിടെ വെച്ച് കാണുന്നതും ഫോണിൽ ശൃംഗരിക്കുന്നതും ഒന്നും പോരാഞ്ഞിട്ട് ട്രെയിനിൽ അവളുടെ കൂടെ തൃശ്ശൂർ വരെ. 9:30 രാത്രി വണ്ടി, തൃശ്ശൂർ വരെ ഒന്നിച്ചുള്ള യാത്ര. എന്നെങ്കിലും ദേവസിക്കുട്ടി നിൻ്റെ പെടലിക്ക് ഒരു പിടി പിടിക്കും. ആ, പിടിക്കട്ടെ. അതുവരെ ഇങ്ങനെ പോകാമല്ലോ. ഒരു സുഖമല്ലേ? എന്തായിരുന്നു കുഞ്ഞുമോനുമായിട്ടൊരു ഗൂഢാലോചന? നാളെയല്ലേ നീ സെബാന് കൊടുത്ത അന്ത്യശാസനത്തിൻ്റെ അവസാന തീയതി? അതെ. നാളെ എൻ്റെ പണം കിട്ടിയില്ലെങ്കിൽ പള്ളിത്താഴത്ത് ഫിനാൻസിയേഴ്സ് ഭൂമിക്ക് മീതെ കാണില്ല, സെബാനും കാണില്ല. നീ പിന്നെ അവനെ കണ്ടില്ലേ? നാളെയേ കാണുന്നുള്ളൂ. അവൻ കാശുണ്ടാക്കാൻ ഓടി നടക്കുവാണെന്നാണ് കുഞ്ഞുമോൻ പറഞ്ഞത്. നീ അവനെ വിളിച്ചെന്ന് സംസാരിക്കുക. ഞാൻ എന്തിനാ അവനെ വിളിക്കുന്നത്? വാശി നല്ലതല്ല വിന്നിച്ച. മനുഷ്യനായാലും ഇത്തിരി ക്ഷമയും വിട്ടുവീഴ്ചയും വേണം. സെബാനെ വിളിച്ചൊരു നല്ല വാക്ക് പറഞ്ഞാൽ നിനക്ക് എന്താ നഷ്ടം? വിൻസെൻ്റ് ഒന്നും മിണ്ടിയില്ല. ബിയർ കഴിച്ച് തീർത്തിട്ട് അവർ ക്യാഷ് കൗണ്ടറിലെത്തി. മേശപ്പുറത്തിരുന്ന ടെലിഫോൺ റിസീവർ എടുത്ത് വിൻസെൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഔസേപ്പച്ചൻ പറഞ്ഞു, സെബാനെ ഒന്ന് വിളിക്ക്. വിൻസെൻ്റ് സംശയിച്ചു. വിളിക്കടാ, അവനോട് ഇങ്ങ് വരാൻ പറ. ഒരു പിണക്കം പറഞ്ഞു തീർത്തിട്ട്
ഔസേപ്പച്ചൻ ഡയൽ ചെയ്തു കൊടുത്തു. അല്പനിമിഷങ്ങൾക്ക് ശേഷം, ഹലോ സെബാനല്ലേ? അതെ. വിന്നിയ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? വരണോ? വരുന്നെങ്കിൽ വാ, ഞങ്ങളിവിടെ മരിയായിലുണ്ട്. പെട്ടെന്ന് വരണം. വരാം. വിന്നി ഫോൺ വെച്ചു. കണ്ടോ, ഇത്രയും പ്രശ്നമേ ഉള്ളൂ. ഔസേപ്പച്ചൻ ചിരിച്ചു. 10 മിനിറ്റിനുള്ളിൽ സെബാസ്റ്റ്യൻ തൻ്റെ ബെൻസ് കാറിലെത്തി. നമുക്ക് അവൻ്റെ കാറിലോട്ടിരുന്ന് സംസാരിക്കാം, ഔസേപ്പച്ചൻ പറഞ്ഞു. അടച്ചിട്ട കാറിനുള്ളിൽ 3 പേരും പരസ്പരം മൗനമായി ഇരുന്നു. എനിക്ക് പോകണം ഔസേപ്പച്ച, സമയം പോകുന്നു. സെബാനെ, നിങ്ങൾ തമ്മിൽ എന്താ വഴക്ക്? പറയാനുള്ളത് പറഞ്ഞു തീർക്ക്, ഔസേപ്പച്ചൻ പറഞ്ഞു. എനിക്കാരോടും വഴക്കില്ല, സെബാസ്റ്റ്യൻ പറഞ്ഞു. ഹോട്ടലിൻ്റെ കൗണ്ടറിൽ നിന്നും ഒരാൾ ഇറങ്ങി വന്നു. ഔസേപ്പച്ചന് ഫോൺ. ഔസേപ്പച്ചൻ കാറിൽ നിന്ന് ഇറങ്ങി 2 മിനിറ്റിനുള്ളിൽ തിരിച്ചു വന്നു. വർക്ക്ഷോപ്പിൽ ആൾ വന്നിരിക്കുന്നു, വണ്ടി നോക്കാൻ. നിങ്ങൾ സംസാരിക്കുക, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഔസേപ്പച്ചൻ തിടുക്കത്തിൽ അയാളുടെ കാറിൽ കയറി. ഹെഡ്ലൈറ്റുകളിട്ട് അയാൾ കാർ ഓടിച്ചു പോയി. സന്ധ്യ കഴിഞ്ഞതോടെ ഇരുട്ട് വളരെ വേഗം വ്യാപിച്ചുകൊണ്ടിരുന്നു. എനിക്ക് എൻ്റെ പണം നാളെ കിട്ടണം സെബാനെ. വേറൊന്നും പറയാനില്ല, അസ്വസ്ഥതയോടെ വിൻസെൻ്റ് പറഞ്ഞു. തരില്ലെന്ന് ഞാൻ പറഞ്ഞോ? നാളെ തന്നെ തരും. എന്നാൽ പിന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നു. പക്ഷേ നീ അന്ന് എന്നോട് കാട്ടിയത് മോശമായിപ്പോയി. ക്ഷമ കെട്ടിട്ടാ, നീ അതങ്ങ് മറന്നുകളാ. ചെക്കായിട്ട് വേണോ ക്യാഷായിട്ട് വേണോ? നിൻ്റെ ഇഷ്ടം പോലെ. നിനക്ക് എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ. എന്തിന്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. വഴക്ക് തീർന്ന സന്തോഷത്തിൽ നമുക്ക് ഓരോ ബിയറടിച്ചാലോ? സമയമില്ല സെബാനെ, ഞാൻ കോട്ടയത്തിന് പോകാനിറങ്ങിയാ. സ്റ്റെനിയെ കാണാനായിരിക്കും. ആ, എന്നാൽ ശരി. വിൻസെൻ്റ് കാറിന് പുറത്തിറങ്ങി. നാളെ എപ്പോഴാ? 2 മണിക്ക് മുമ്പ്. ഓക്കെ. വിൻസെൻ്റ് ബുള്ളറ്റ് മോട്ടോർ സൈക്കിളിൽ കയറിയിരുന്നു. ക്വിക്ക് സ്റ്റാർട്ടർ കുറേ അടിച്ചിട്ടും ബൈക്ക് സ്റ്റാർട്ടായില്ല. അവൻ വിയർത്ത് കുളിച്ചു. കുറേ നേരം കൂടി അടിച്ചു നോക്കി. സെബാസ്റ്റ്യൻ ഇറങ്ങി വന്നു. എന്താ, സ്റ്റാർട്ടാവുന്നില്ലേ? ഇല്ല. സെബാസ്റ്റ്യൻ കുറേ ചവിട്ടി നോക്കി. രക്ഷയില്ല. സമയം പോകുന്നു. 9-നെങ്കിലും കോട്ടയത്ത് എത്തേണ്ടതാണ്. വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി റിപ്പയർ ചെയ്തിട്ട് പോകാൻ നേരമില്ല. വിൻസെൻ്റ് വിഷമിച്ചു പോയി. വാച്ചിൽ നോക്കിയപ്പോൾ 7:45 മണി. 2 മണിക്കൂറെങ്കിലും എടുക്കും കോട്ടയത്തെത്താൻ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കൊണ്ടുവിടാം വിന്നി, സെബാസ്റ്റ്യൻ പറഞ്ഞു. നീ കോട്ടയം വരെ വണ്ടി ഓടിക്കാനോ? എന്നെ കൊണ്ടുവിടാനായിട്ട്? അത് വേണ്ട. അത് സാരമില്ല, നിനക്കത് ബുദ്ധിമുട്ടാകും സെബാസ്റ്റ്യനെ. എനിക്ക് കോട്ടയത്തിന് പോകേണ്ട ഒരു കാര്യമുണ്ട് വിന്നി. നാളെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇന്നങ്ങ് പോയാൽ നിൻ്റെ കാര്യവും നടക്കും, എൻ്റെ കാര്യവും നടക്കും. നാളത്തെ യാത്ര ഒഴിവാക്കാം. റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന വിജിയുടെ കാര്യം ഓർത്തപ്പോൾ വിൻസെൻറ്റിന് ആ ഓഫർ നിരസിക്കാൻ കഴിഞ്ഞില്ല. ബൈക്ക് പൂട്ടി വെച്ചിട്ട് അവൻ വന്ന് സെബാസ്റ്റ്യൻ്റെ കാറിൽ കയറി. ടയറിൻ്റെ പഞ്ചർ ഒട്ടിക്കുന്നിടത്ത് വണ്ടി നിർത്തി ടയറിലെ കാറ്റ് ചെക്ക് ചെയ്തിട്ടാണ് അവർ ടൗൺ വിട്ടത്. കാർ പൊൻകുന്നം തെറ്റിയപ്പോൾ 8:30 മണി. ആഞ്ഞു പിടിച്ചാൽ 9:30 കോട്ടയത്ത് എത്തിയേക്കും. ട്രെയിൻ പോയത് തന്നെ. വിൻസെൻറ്റിന് എന്തെന്നില്ലാത്ത നിരാശ തോന്നി. പാമ്പാടിക്കപ്പുറത്ത് കാർ നിന്നുപോയി. സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഫലിക്കുന്നില്ല. കഷ്ടം, പെട്രോൾ തീർന്നുപോയി, സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇനി എന്തു ചെയ്യും? വിൻസെൻറ്റിന് ദേഷ്യവും സങ്കടവും വന്നു. അവൻ കാറിന് പുറത്തിറങ്ങി ഒരു വഴിപോക്കനോട് ചോദിച്ചു, പാമ്പാടിക്ക് എത്ര ദൂരമുണ്ട് ഇവിടുന്ന്? കഷ്ടിച്ച് 1 മൈലേ ഉള്ളൂ. വിൻസെൻ്റ് കാറിനുള്ളിലേക്ക് തലയിട്ടു. കന്നാസോ കുപ്പിയോ വല്ലതും ഉണ്ടോടാ ഡിക്കിയിൽ? 5-6 ലിറ്ററിൻ്റെ ഒരു കന്നാസുണ്ട്. സെബാസ്റ്റ്യൻ ഡിക്കി തുറന്ന് കൊടുത്തു. വിൻസെൻ്റ് പ്ലാസ്റ്റിക് ക്യാൻ എടുത്തു. നീ ഇവിടെ ഇരുന്നു, പമ്പിൽ പോയി പെട്രോളും വാങ്ങിച്ച് ഞാൻ ഇപ്പോൾ വരാം. ഒരു ബസ് കൈ കാണിച്ച് നിർത്തി അതിൽ കയറി അവൻ പാമ്പാടിക്ക് പോയി. 15 മിനിറ്റിനുള്ളിൽ ഒരു ഓട്ടോറിക്ഷയിൽ പെട്രോളുമായി തിരിച്ചെത്തുകയും ചെയ്തു. ഇതിനകം സെബാസ്റ്റ്യൻ കാർ സ്റ്റാർട്ടാക്കിയിരുന്നു. പെട്രോൾ തീർന്നില്ലായിരുന്നു അളിയ, കരടായിരുന്നു. നിൻ്റെ കാരണക്കുറ്റിക്ക് കാരണം തരികയാണ് വേണ്ടത്, കരട്. വണ്ടി ഇടറാ കന്നാലി. കാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ മണി 9:45. നീ വിട്ടോ, ഞാൻ നാളെ കാണാം. കാറിൽ നിന്നിറങ്ങി ഓടുകയായിരുന്നു വിൻസെൻ്റ്. തീവണ്ടിയുടെ ചൂളം വിളി. സ്റ്റെയർകേസിന് മുകളിൽ വെച്ച് തന്നെ അവൻ കണ്ടു താഴെ ബോഗിക്കരികെ ബാഗും തൂക്കി ഉത്കണ്ഠയോടെ നിൽക്കുന്ന വിജി. ഹേയ് വിജി, അവൻ ഉറക്കെ വിളിച്ചു. വിജി തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും വണ്ടി ചലിച്ചു തുടങ്ങി. വണ്ടിയിൽ കയറിക്കൊള്ളാൻ അവൻ ആംഗ്യം കാട്ടിയത് അവൾ കണ്ടില്ല. ആൾത്തിരക്കിലൂടെ ഓടി അവൻ അവളുടെ അടുത്തെത്തി. വേഗം വാ. അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവൻ പ്ലാറ്റ്ഫോമിലൂടെ ബോഗിയുടെ വാതിൽ തേടി ഓടി. ഇടയ്ക്ക് ഉന്തുവണ്ടിയുടെയും ലഗേജുകളുടെയും തടസ്സങ്ങൾ. ഒടുവിൽ അവൻ ഒരു ബോഗിയിലേക്ക് ചാടി കയറി. എന്നിട്ട് വിജിയുടെ നേർക്ക് കൈ നീട്ടി. തീവണ്ടിയുടെ വേഗത വർദ്ധിച്ചതിനാൽ അവൾക്ക് അവൻ്റെ കൈ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല. മുന്നോട്ട് ഓടാനാവാതെ ഒരു ഉന്തുവണ്ടി അവളുടെ വഴി മുടക്കുകയും ചെയ്തു. ബോഗിയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് വിൻസെൻ്റ് ആ കാഴ്ച കണ്ടു. ട്രെയിനിൽ കയറാനാവാതെ വിജി സ്തംഭിച്ചു നിന്നു. വിൻസെൻ്റ് ചാടി ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു. ട്രെയിനിൻ്റെ പിന്നിലെ വെളിച്ചം ഓവർബ്രിഡ്ജിന് കീഴിൽ മറഞ്ഞു. ഇനി എന്താ പരിപാടി? അവൻ പരിങ്ങലോടെ ചോദിച്ചു. വിജിയുടെ കണ്ണ് നിറഞ്ഞു. കയ്യിലിരുന്ന ടിക്കറ്റ് 2ഉം എടുത്ത് നീട്ടി കാണിച്ചിട്ട് അവൾ ചോദിച്ചു, ഇത് ഞാൻ എന്ത് ചെയ്യണം? ഇനി 2 മണി കഴിഞ്ഞേ ട്രെയിനുള്ളൂ. റീഫണ്ട് ചെയ്ത് കിട്ടും. കൊണ്ടുപോയി കൊടുത്തിട്ട് ഉള്ള ചില്ലറ മേടിച്ച് തിന്നാം.
മോള് ചെല്ല്. വിജി ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് ടിക്കറ്റുകൾ തിരിച്ചു നൽകി. കുറവ് ചെയ്ത് കിട്ടിയ തുകയും വാങ്ങി അവൾ വിൻസെൻറ്റിൻ്റെ അടുത്തെത്തി. ഇനി നമ്മൾ എങ്ങനെ പോകും? വെളുപ്പിന് ഏതെങ്കിലും ബസ്സിൽ പോകാം. അതുവരെ ആലോചിക്കണം. വെളുപ്പാങ്കാലം വരെ ഇരുന്ന് ആലോചിക്കാനോ? വിൻസെൻ്റ് കൈ ചുരുട്ടി അവളുടെ തലയിൽ പതുക്കി ഒന്നിടിച്ചു. ബുദ്ധു, ദേവസിക്കുട്ടിയുടെ മോള് തന്നെ. പെടലിക്ക് തന്നെയാ ബുദ്ധി. വിൻസെൻ്റ് അവളുടെ തോളിൽ കിടന്ന ബാഗ് പിടിച്ചെടുത്ത് തൂക്കി പിടിച്ചു. ആട്ടെ, ഇനി നമ്മൾ എന്നാ ചെയ്യുമെന്ന് പറ. നമുക്ക് വല്ല ഹോട്ടലിൽ മുറിയെടുക്കാം. എന്നിട്ട് അതിരാവിലെ ബസ്സിൽ പോകാം. ഇനി അതേ നടക്കൂ. നോവൽ വീണ്ടും തുടരും.